ഇപ്പൊ കാരുണ്യ ലോട്ടറി ഉണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കാരുണ്യ ലോട്ടറി വരും. ലോട്ടറി വിൽക്കുന്നവരുടെ അവസ്ഥ ഗതികെട്ട അവസ്ഥയാണ്. ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ് ലോട്ടറി വിൽക്കാൻ ഇറക്കുന്നത്. അവരുടെ കമ്മീഷൻ വെട്ടിക്കുറയ്ക്കുകയും അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ ഈ ലോട്ടറി ആർക്കാ അടിക്കുന്നതെന്ന് കൂടി നോക്കണം. അന്യ സംസ്ഥാന ലോബികളാ കൂടുതലും കൊണ്ടുപോകുന്നത്. ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോവുക, തിരുവനന്തപുരത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോവുക. അതെന്തെങ്കിലും ആവട്ടെ. ഈ ലോട്ടറി വിൽക്കാൻ വരുന്നവരോട് നിങ്ങൾ ചോദിക്കണം, കാരുണ്യ ലോട്ടറി എന്തിനാ അടിക്കുന്നതെന്ന് ചോദിക്കണം. വെറുതെ ഒരു പേരല്ലല്ലോ കാരുണ്യ. എന്തുകൊണ്ടാ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ ലോട്ടറി അവതരിപ്പിച്ചത് തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചികിത്സാ സഹായം നൽകാൻ വേണ്ടിയിട്ടാ. കാരുണ്യ ചികിത്സാ പദ്ധതി, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, അതിൽ മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പദ്ധതി. ഏത് സാധാരണക്കാരനും സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരുണ്യ ലോട്ടറി അടിച്ചത്. അന്ന് ആ ലോട്ടറി അടിച്ച് അത് കാരുണ്യ ചികിത്സാ പദ്ധതി നന്നായി നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് കാരുണ്യ ലോട്ടറിയുടെ കച്ചവടം മാത്രമേ ഉള്ളൂ, ചികിത്സയില്ല. 1800 കോടി രൂപ കുടിശ്ശികയായപ്പോ കാരുണ്യ ചികിത്സാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി നിന്നുപോയി. 1200 കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ വന്നപ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതി നിന്നുപോയി. മരുന്ന് കമ്പനികളും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളും ഒക്കെ സർക്കാർ ആശുപത്രിയിൽ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. അപ്പൊ ഈ പരിപാടി മുഴുവൻ നിന്നുപോയി. ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കണം. നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോയി മരുന്ന് ചീട്ടെടുക്കുമ്പോൾ, OP ചീട്ടെടുക്കുമ്പോൾ 5 രൂപ 10 രൂപയ്ക്കാണ്. ഇവിടെ നിങ്ങൾ ആശുപത്രി പോകുമ്പോൾ എത്രയാണ് മേടിക്കുന്നത്? 5 രൂപ. മിക്കവാറും അത് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലാട്ടോ ഈ 5 രൂപയുടെ പരിപാടി. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 10 രൂപയ്ക്ക് മാറ്റി. അതിന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ന്യായം 5 രൂപയുടെ ചീട്ടെടുത്താൽ തിരിച്ച് 5 രൂപ ബാക്കി കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് 10 ആക്കിയെന്ന. നിങ്ങൾ ഈ മൂലപ്പാറ കവലയിൽ പോയി ചായ കുടിക്കുമ്പോ 12 രൂപ ചായക്കെന്ന് വെക്കുക. നിങ്ങൾ 20 നോട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ പറയാ, കടക്കാരൻ പറയാ, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 20 ഞാൻ എടുത്തു എന്ന് പറയാം. നിങ്ങൾ സമ്മതിക്കോ? പൊരിഞ്ഞടി ഇറക്കൂലേ? അപ്പൊ സർക്കാർ ആശുപത്രിയിൽ 5 രൂപയുടെ ചീട്ടെടുക്കുന്നവന് തിരിച്ച് 5 രൂപ കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ 10 ആക്കി എന്ന് അഭിമാനിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് നമ്മള് കുറെ സമയം ക്യൂ നിന്നിട്ടാ ഈ ചീട്ടെടുക്കുന്നത്, അല്ലെ? ഈ ചീട്ടെടുത്തിട്ട് ഡോക്ടർ തരുന്ന കുറിപ്പടി വിശ്വസിക്കും ഈ മരുന്ന് കിട്ടാൻ വേണ്ടി. വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കും. അത് കഴിഞ്ഞ് ഈ മരുന്ന് വാങ്ങി കഴിക്കും. നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ രോഗമൊക്കെ മാറുന്നല്ലേ? ഞാൻ ഉറച്ചു പറയുന്നു, നമ്മുടെ നന്മയുടെ ഫലവും ദൈവം തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ആരും ചാകാത്തത്. ലോകത്തിലെ 7 അത്ഭുതം ഉണ്ടെന്ന് പറയാം. 8ാമത്തെ അത്ഭുതം മലയാളികളാണ്. എന്താണെന്നറിയോ? കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും മയ്യത്താകാത്ത മലയാളികളാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിച്ചപ്പോൾ 1650 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ടുണ്ട്. ഈ 5 രൂപയുടെ ചീട്ടിന് 10 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് ക്യൂ നിന്ന് നമ്മൾ മേടിക്കുന്ന മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നായിരുന്നു. ഒരു പരാതി ആരും പറഞ്ഞോ? നാട്ടിൽ ഒരു CPM-കാരനും DYFI-കാരനും ആരും CIT-കാരനും ഒന്നും സമരം ചെയ്തില്ലല്ലോ. കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ട് മരിക്കാത്ത മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് പറയണം, അവന്മാർ അപ്പം തന്നെ ആ ചിഹ്നമൊക്കെ വഴി കളഞ്ഞിട്ട് നമുക്ക് വോട്ട് ചെയ്യും. അവർ ഓർമ്മിപ്പിക്കണം, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തിൽ ഈ സർക്കാർ ഇടപെട്ടിട്ടുള്ളത്. പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചെന്ന് പറയണേ, നിങ്ങൾ എടുത്ത് അപ്പം തന്നെ തിരിച്ചു ചോദിക്കണം. ഇത് കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു മനുഷ്യൻ ജീവനോടെ ഇന്നുണ്ടാവും. ആരാന്നറിയോ? കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ 6 മാസക്കാലം കുടിശ്ശികയായപ്പോഴാണ്. പലചരക്ക് കടയിലെ, പച്ചക്കറി കടയിലെ, മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്നും പച്ചക്കറിയൊക്കെ വാങ്ങിയതിന്റെ കുടിശ്ശിക കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ മാനഹാനി കൊണ്ട് ആത്മഹത്യ ചെയ്ത ജോസഫ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് ക്ഷേമ പെൻഷൻ പോലും അർഹതയില്ലാത്ത ഈ ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കിട്ടാത്ത മനോവേദനയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യർക്ക് 6 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് വന്ന് 400 രൂപ വർദ്ധിപ്പിച്ച സർക്കാരിനോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്ന് 6 മാസക്കാലം ഇത് കുടിശ്ശികയാക്കിയത് കൊണ്ടല്ലേ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന്. ഇത് കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ സന്തോഷത്തോടെ പിണറായി വിജയന്റെ പാർട്ടിയുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നേ. അത് CPM-കാരോട് നമ്മൾ ഓർമ്മിപ്പിക്കണം. നമ്മൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതൊക്കെ മറന്നുപോകും. സ്വപ്ന ജോയിയുടെ അല്ലെങ്കിൽ TM വർഗീസിന്റെ, ജിൻഡോ ജോണിന്റെ ജാതി, മതം, മറ്റ് കുടുംബ ബന്ധങ്ങൾ, പാരമ്പര്യം, സാമ്പത്തിക ശേഷി ഒക്കെ കവലകളിൽ ചർച്ച ചെയ്യും. പക്ഷെ നമ്മൾ കോൺഗ്രസ്സുകാർ പറയുന്ന രാഷ്ട്രീയം മാത്രം ആരും ചർച്ച ചെയ്യില്ല. നമ്മൾ പറയുന്ന രാഷ്ട്രീയം നാട്ടിലെ ആളുകൾ ചർച്ച ചെയ്യണം. അതിന് നമ്മൾ ഇതിനൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. നമുക്കുള്ള ഓർമ്മ നമ്മൾ നാട്ടിലെ വീടുകളിലെല്ലാം പറയണം. ഞാൻ വിചാരിക്കുന്ന അടുക്കളയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പോരാന്ന് ഞാൻ വിചാരിക്കുക. അടുക്കളയിലെ പാത്രങ്ങളിൽ ഇരിക്കുന്ന മഞ്ഞപ്പൊടി, മുളകുപൊടിയും വെളിച്ചെണ്ണയൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഒരു നാട്ടിലെ സാമ്പത്തിക ശേഷി എന്തോരം ഉണ്ടെന്ന്. കഴിഞ്ഞ ഓണത്തിന് 450 രൂപയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക്. സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? കഴിഞ്ഞ സർക്കാർ അധികാരം ഒഴിയുന്ന സമയത്ത് കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വരാൻ ശ്രമിച്ച സർക്കാരാ. ഈ കഴിഞ്ഞ ഓണത്തിന് 450 രൂപ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായപ്പോ സർക്കാർ കിറ്റ് പോയിട്ട് ഒരു പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാണ്. 2200-ഓളം കോടി രൂപ സപ്ലൈകോയ്ക്ക് മറ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത കമ്പനികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഔട്ട്ലെറ്റ് കാലിയായി. വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ഉണ്ടായില്ല. എല്ലാ മാസവും
ആദ്യത്തെ ആഴ്ചയിൽ പോസ് മെഷീൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടൂല. ശരിയല്ലേ? എല്ലാ മാസവും 2.5 ലക്ഷം കോടി രൂപയുടെ കേരയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരെ തല്ലി അവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റിയിട്ട സർക്കാർ കേരളം ഭരിക്കുമ്പോഴാ പോസ് മെഷീൻ നേരാവണ്ണം പ്രവർത്തിക്കാത്തതുകൊണ്ട് മാസത്തിലെ ആദ്യത്തെ ഒരാഴ്ച റേഷൻ മുടക്കുന്ന കേരളം. ഇവർ പറയുന്ന 1ാം സ്ഥാനത്താണ്. പിണറായി വിജയൻ പറയുന്ന കേരളത്തിലെ ആരോഗ്യരംഗം 1ാം സ്ഥാനത്താണ്. ഇത് പറഞ്ഞതിന്റെ 2ാം ദിവസം പുള്ളി അമേരിക്കയിലെ ചികിത്സയ്ക്ക് പോകുന്നതിന്റെ തലേദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത്. അല്ലേ?